ായി തിരഞ്ഞെടുക്കപ്പെട്ട ആര്യ രാജേന്ദ്രൻ എസ് എന്ന ഞാൻ 5 വർഷം പൂർത്തിയാക്കി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ സ്ഥാനത്ത് നിന്നും പടിയിറങ്ങുന്ന ആര്യ രാജേന്ദ്രൻ ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ 5 കൊല്ലം? വളരെ നന്നായി പോയി. വളരെ നല്ല 5 വർഷമാണ്. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 വർഷമാണ് കടന്നുപോയത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിച്ചു എന്നുള്ള സംതൃപ്തിയോടുകൂടിയാണ്. ഒരുപാട് അവാർഡുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. 31 അവാർഡുകളുണ്ട്. ആ അവാർഡുകളെല്ലാം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തനം ഏറ്റെടുത്തതിന് കിട്ടിയ അംഗീകാരമാണ്. അതെല്ലാം ഉൾപ്പെടെ വലിയ ജനകീയ പിന്തുണയോടുകൂടി ഈ ഭരണസമിതി അടുത്തൊരു ഭരണസമിതിക്ക് ബാറ്റൺ കൈമാറുകയാണ്. ആര്യ കഴിഞ്ഞ 5 വർഷം പൂർത്തിയാക്കുമ്പോഴേ ഒരു ഹൈലൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും സംതൃപ്തി തോന്നി നടപ്പാക്കിയ ഒരു പദ്ധതിയാണ്? ഒരുപാട് പദ്ധതികളുണ്ട്. കാരണം ഒരു മേയറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിൻ്റെ ഒരു പൊതു സാഹചര്യം എല്ലാ കാര്യത്തിലും നമ്മുടെ ശ്രദ്ധ പോകേണ്ട ഒരു സ്ഥലം കൂടിയാണ്. വികസന പ്രവർത്തനങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും, അത് റോഡിൻ്റെ വികസനമാകട്ടെ, പുതിയ കെട്ടിടങ്ങൾ വെക്കുന്നതാകട്ടെ, പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നതാകട്ടെ തുടങ്ങി എല്ലാ കാര്യത്തിലും വലിയ മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. അതിലെല്ലാം സംതൃപ്തിയുള്ള കാര്യങ്ങളുമാണ്. ഞാൻ പൊതുവെ എൻ്റെ ഓഫീസിൽ എല്ലാവരും പറയും, ഞാൻ പൂർണ്ണമായി സാറ്റിസ്ഫൈഡ് അല്ലാതെ ഞാൻ ഒരു കാര്യവും ചെയ്യില്ല എന്നെപ്പോഴും എല്ലാവരും പറയാറുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും എന്നെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് എല്ലാ വികസനങ്ങളും എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന, വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യമാണ്. അതിനപ്പുറം കുറേ സാധാരണക്കാരായ ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചതും, അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞതും. വീട്, ഞാൻ എപ്പോഴും പറയും, വീട് എന്നെ സംബന്ധിച്ചൊരു ഒരു വളരെ ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വീട്, അതെ അതെ. അപ്പോൾ അത് ഞാൻ ഇപ്പോഴല്ല കേട്ടോ, ഒരു ഓർമ്മ വെച്ച കാലം മുതലേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളരുന്ന ഒരാൾക്ക് അതെപ്പോഴും ഒരു വളരെ അറ്റാച്ച്മെൻ്റ് ഉള്ള കാര്യം. അതെ 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 അത് ആ സാഹചര്യമുള്ളവർക്കാണ് കൂടുതൽ കണക്റ്റ് ആവുക. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വീട് വെച്ച് കൊടുക്കാൻ കഴിഞ്ഞത് ലൈഫ് ഭവന പദ്ധതിയാകട്ടെ, പല പദ്ധതികൾ പ്രകാരമാകട്ടെ, ഫ്ലാറ്റുകൾ നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞതാകട്ടെ, ഈ അടച്ചുറപ്പുള്ള വീട്ടിൽ കിടക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ഇത് അനുവദിച്ചു കൊടുക്കുമ്പോൾ നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹവും, ആ ഒരു കാര്യം, അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുടെ മുഖം എൻ്റെ മനസ്സിലുണ്ട്. അത് തന്നെയാണ് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു നിമിഷമായിട്ട് ഞാൻ കാണുന്നത്. ആര്യ വെച്ചു കൊടുത്ത വീട്ടിൽ എനിക്ക് തോന്നുന്നത് ആര്യയെ അത്രയും വിഷമിച്ച ഒരു സാഹചര്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പല വിധത്തിലുള്ള വിവാദങ്ങളൊക്കെ വരുന്ന സമയത്തും നമ്മൾ കാണുമ്പോൾ എന്താ പറയുന്നത്, ഒരു രാഷ്ട്രീയമായ പ്രതിരോധം ആര്യ തീർക്കായിരുന്നു. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള ആര്യയിൽ ഏറ്റവും ഒരു മോശം അവസ്ഥയിൽ, സങ്കടകരമായ അവസ്ഥയിൽ കണ്ടത് നമ്മൾ ജോയിയുടെ മൃതദേഹത്തിന് വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ കാത്തു നിന്നതാണ്. അത് മരിച്ചു എന്ന് ഏകദേശം ഉറപ്പായിരുന്നു. മൃതദേഹം എവിടെയൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. ഒരുപാട് മണിക്കൂറുകൾ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ നിന്നു. പക്ഷേ ആ മൃതദേഹം ആണ് കിട്ടിയത് എന്നറിഞ്ഞപ്പോൾ കരയുന്ന ഒരു ആര്യയെ ഞാൻ കണ്ടിരുന്നു. അത് വീട്ടിൽ നിന്നും, മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ച സമയത്ത് അവിടെ ഒരു വീഡിയോ വെച്ച് കൊടുത്തില്ലേ? അതെ അതെ, അതൊരു വലിയ ഒരു കാര്യം ആയിട്ട് തന്നെയാണ്. ഈ മരണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഒരു മനുഷ്യൻ ഒരു ഒഴുക്കിൽപ്പെട്ട് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മരണം സംഭവിക്കുമെന്നുള്ളത് ഒരു സാധാരണ ഒരു ബോധമാണ്, നമുക്കറിയാം. പക്ഷേ നമ്മൾ ഒരിക്കൽ പോലും ഒരു കാണാത്ത ഒരു മനുഷ്യന് വേണ്ടി, നമ്മളുൾപ്പെടെ അന്ന് അങ്ങോട്ട് ഉണ്ടായിരുന്നു, നമ്മളെല്ലാവരും ഒരുമിച്ച് നമ്മളൊരു പക്ഷേ നേരിട്ട് കാണാത്ത ഒരു മനുഷ്യൻ്റെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി ഏതാണ്ട് 3 ദിവസം അടുപ്പിച്ച് ഭക്ഷണവും ഉറക്കവും ഒന്നുമില്ലാതെ നമ്മളെല്ലാവരും അവിടെ ഇതിന് നിൽക്കുകയാണ്. എനിക്കൊന്നു അത് അദ്ദേഹം മരിച്ചു എന്ന് ആ നിമിഷത്തിൽ ഒരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു നിമിഷത്തിലേക്ക് പോയത്. ആ വീട് വെച്ചു കൊടുക്കുന്ന തീരുമാനവും അത് പെട്ടെന്ന് അന്നത്തെ ദിവസം, അതായത് ക്രിമേഷൻ കഴിഞ്ഞ ആ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ അന്നത്തെ ദിവസം രാത്രി എടുത്ത തീരുമാനമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും തദ്ദേശ മന്ത്രിയുമാണ് അത്തരത്തിലൊരു നഗരസഭയുടെ ഒരു ആവശ്യം പറയുമ്പോൾ നമുക്കറിയാം, നഗരപരിധിയിൽ നിന്ന് മറ്റൊരു സ്ഥലത്ത് വീട് വെച്ച് കൊടുക്കുന്നതിൻ്റെ സാങ്കേതികത്വം നമുക്കറിയാം. നഗരസഭയുടെ ഫണ്ട്, ജനങ്ങളുടെ പൊതു ഫണ്ടെന്ന് പറയുന്നത് നഗരപരിധിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഒരു തദ്ദേശ സ്ഥാപനത്തിൻ്റെ കീഴിലാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഫണ്ട് മറ്റൊരു തദ്ദേശ സ്ഥാപനത്തിൻ്റെ കീഴിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു മാനുഷികമായ ഒരു കാര്യമാണല്ലോ. ഇപ്പം നമ്മൾ ആ വീട് നിർമ്മാണം പൂർത്തിയാക്കി അമ്മയ്ക്ക് കൈമാറി. ആ അമ്മ അതിന് ശേഷം പലതവണ നമ്മളവിടെ പോകുന്ന സമയത്ത് എന്നും ഞങ്ങൾക്ക് ഇതുപോലൊരു കുടുംബമുണ്ടല്ലോ എന്നാണ് എന്നോട് പറഞ്ഞത്. അതിൻ്റെ ഒരു മേയർ എന്ന പദവിയോ അല്ലെങ്കിൽ ഒരു ഇതും ഇല്ലാതെ, ഒഫീഷ്യാലിറ്റി ഒന്നുമില്ലാതെ അമ്മ പറഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ അതൊരു പ്രിയപ്പെട്ട വീടാണ്. അതുപോലെ ആരും ഓർക്കുന്നുണ്ടെന്നറിയില്ല, എൻ്റെ ഒരു വാർത്തയിൽ ഞാൻ വാർത്താവായന എന്ന പണി അവസാനിപ്പിച്ച് ബ്യൂറോയിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ ആദ്യം ചെയ്ത വാർത്തകളിലൊന്നാണ് നമ്മുടെ
ഒരു ഹിയറിംഗ് എയ്ഡ് ഒരു കുട്ടിയുടെ കളഞ്ഞു പോയതുമായി ബന്ധപ്പെട്ട് റോഷൻ്റെ ഹിയറിംഗ് എയ്ഡ് കളഞ്ഞു പോയതുമായി ബന്ധപ്പെട്ട് ആ വാർത്തയിൽ അടിയന്തരമായി തന്നെ ഇടപെടുകയും അവരേക്ക് ഇപ്പോഴും കാണാറുണ്ടെന്ന് തോന്നില്ല. അവർക്ക് ചേച്ചി ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. അതെ അതെ കാണാറുണ്ട്, റോഷനെ കാണാറുണ്ട്. റോഷനെ ഇടയ്ക്ക് റോഷൻ വരും, എവിടെ ഉണ്ടെങ്കിലും റോഷൻ വരും. എല്ലാ ഫേസ്ബുക്ക് പോസ്റ്റിലും റോഷൻ കമൻറ്റ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ അതും ഒരു വൈകാരികമായ ഒരു നിമിഷമായിരുന്നു റോഷൻ്റെ ഹിയറിംഗ് എയ്ഡ്. നമ്മൾ അതിൽ പല കാര്യങ്ങളും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അവിടെ വെച്ച് തന്നെ. കാരണം അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു വല്യമ്മ ഹിയറിംഗ് പ്രശ്നമുള്ള ആളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ പെട്ടെന്ന് ആക്ട് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടി നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരുപാട് വിഷയങ്ങളുണ്ടാവുമല്ലോ നമ്മുടെ ജീവിതത്തിൽ. അതിലൊക്കെ പെട്ടെന്ന് ആക്ട് ചെയ്യൽ കുറച്ച് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ റോഷനും ഒക്കെ കുടുംബത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ അവരൊക്കെ. ആര്യ മേയറായതിനു ശേഷം മേയറാകുമ്പോൾ മുതൽ ഒരു ഭാഗത്തു കൂടി വിവാദവും ഒപ്പം സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. അതിപ്പോൾ KSRTC വിഷയത്തിലാണ് എങ്കിലും അതോടൊപ്പം തന്നെ പിന്നീട് ആ കത്ത് വിവാദമടക്കമുള്ള വിഷയങ്ങൾ, അങ്ങനെ ഈ വിവാദങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ നേരിടാൻ പറ്റും? അല്ല, എനിക്കതിൽ നമ്മുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഇല്ല എങ്കിൽ അതിൽ നമ്മൾ ആശങ്കപ്പെടുകയോ ഭയപ്പെടുകയോ പ്രയാസം കാണിക്കുകയോ ഒന്നും ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ കരുതിയിട്ടില്ല. നമ്മുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മളതിൽ ആശങ്കപ്പെടണം. അതില്ലാത്തിടത്തോളം കാലം ഒരിക്കലും ഒരു തരത്തിലും അതിൽ ഒരു പ്രയാസം എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. സ്വാഭാവികമായും ഒരു പൊളിറ്റിക്കൽ ഒരു രംഗത്ത് നിൽക്കുമ്പോൾ നമുക്കറിയാം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഇതൊരു ഒരു നല്ല നിലയിലുള്ള, നമ്മൾ പറയല്ലോ, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വിവാദങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. കാരണം പുതിയ തലമുറയിൽപ്പെട്ടവരൊക്കെ രാഷ്ട്രീയ രംഗത്തേക്ക് വരുമ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവരെ ആക്ഷേപിക്കും. ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ എന്ന വ്യക്തി ഒരുപക്ഷെ എൻ്റെ പ്രസ്ഥാനം നൽകിയ പിന്തുണ, ജനങ്ങൾ നൽകിയ പിന്തുണ, അതൊക്കെ കൊണ്ട് ഞാൻ അതിനെയൊക്കെ അതിജീവിച്ചു എന്നാണ് ഞാൻ തന്നെ വിശ്വസിക്കുന്നത്. എനിക്കതിൽ പ്രത്യേകിച്ച് എനിക്കൊരു വ്യക്തിപരമായി എനിക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. ഈ വിവാദങ്ങളിൽ ഏറ്റവും കൂടുതൽ ബാധിച്ച അല്ലെങ്കിൽ ഏറ്റവും മോശമായി പോയി എന്ന് തോന്നിയ ഒരു വിവാദവും വിമർശനങ്ങളും ഒക്കെ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ വിമർശനങ്ങളോ വിവാദങ്ങളോ ഒന്നും വന്നാൽ ഞാനതിൽ ഒരുപാട് വറീഡാവുന്ന ഒരാളല്ല. ഞാൻ കുറച്ചുകൂടി സ്ട്രോങ് ആവുകയും കുറച്ചുകൂടി, എനിക്ക് തോന്നുന്നു, ഞാൻ എപ്പോഴും ഇവിടെ എല്ലാവരോടും പറയും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു രസമുള്ളൂ എന്നൊക്കെ ഞാൻ തമാശയ്ക്ക് പറയും. അത് വേറൊന്നും കൊണ്ടല്ല. നമ്മളെപ്പോഴും വളരെ വിജിലൻ്റ് ആയിരിക്കും, നമുക്ക് സംസാരിക്കാൻ നമ്മൾ വളരെ സ്ട്രോങ് ആയി, നമ്മുടെ ബിഹേവിയറിൽ തന്നെ നമ്മൾ വളരെ സ്ട്രോങ് ആയി മാറും എന്ന്. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലേ അതൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ സാധാരണ ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒരു ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ പോവാം എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 5 വർഷം മുമ്പ് കുട്ടി മേയറായിരുന്ന ആര്യയും വളർന്നു, ജീവിതത്തിലും ഒരുപാട് കാര്യങ്ങൾ നടന്നു, വിവാഹം നടന്നു, കുഞ്ഞായി. അതുപോലും ഒരു വിവാദമായി തോന്നില്ല. ആ കുട്ടിയെ കൊണ്ട് ഒരു ദിവസം ഓഫീസിലെത്തിയതിൻ്റെ ഒരു ചിത്രം പങ്കുവെച്ചതിന് അനുകൂലിച്ച് കമന്റ് ഇട്ട ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഒരു ഭാഗത്തുകൂടി അന്നും ഒരു സൈബർ അറ്റാക്ക് നടന്നു തോന്നില്ലേ? അല്ല, ആ ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തതല്ല, മറ്റൊരാൾ പോസ്റ്റ് ചെയ്തതാണ്. അത് എനിക്ക് തോന്നുന്നു നമ്മൾ എപ്പോഴും പറയും സ്ത്രീ മുന്നേറ്റത്തെ പറ്റിയൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ മാത്രമല്ല, ഒരുപാടിടങ്ങളിൽ തൊഴിലിടങ്ങളിൽ ഒരുപക്ഷെ കുട്ടിയെയും കൊണ്ട് പോകേണ്ട സാഹചര്യം അമ്മമാരെ സംബന്ധിച്ചിടത്തോളം വരും. അമ്മയിൽ നിന്ന് കുട്ടി ഡിറ്റാച്ച്ഡായി നിൽക്കാത്ത ഒരുപാട് സമയങ്ങളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന അങ്ങേക്കും ഒരു ചെറിയ കുഞ്ഞാണ്, അപ്പോൾ അങ്ങേക്ക് ഇത് കുറച്ചുകൂടി മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവളെ കാര്യം സംസാരിച്ച സമയത്ത് നമ്മുടെ കുട്ടികളാരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും എനിക്കൊരു വീഡിയോ അയച്ചു ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ ആ സമയത്ത് വിദേശത്ത് അപ്പോൾ അവള് ഫോൺ എടുത്തിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ. അപ്പോൾ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ അങ്ങനെയാണ്. കുഞ്ഞുങ്ങൾ നമ്മൾ പെട്ടെന്ന് ഒരു കാര്യം, ഇപ്പോൾ ചില ദിവസങ്ങൾ രാവിലെ ഇറങ്ങുമ്പോൾ കൂടെ വരണം എന്ന് പറഞ്ഞ് ഇറങ്ങും. അപ്പോൾ അതൊക്കെ ഓരോ സാഹചര്യം അനുസരിച്ചാണ് നമ്മൾ ചെയ്യുക. ഞാൻ എൻ്റെ വിവാഹ കാര്യത്തിലാകട്ടെ, എൻ്റെ ഡെലിവറിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാകട്ടെ, അത്ര അധികം ലീവ് എടുത്ത് ആ കാര്യത്തിലൊന്നും പോയ ആളല്ല. അതായത് എൻ്റെ ഒഫീഷ്യൽ രംഗത്ത് നിന്ന് പൂർണ്ണമായി വിട്ട ആ കാര്യങ്ങളൊന്നും ചെയ്ത ആളല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നെ ആ ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾ എവിടെയും എന്നെ കാണാതിരുന്നിട്ടില്ല. പരമാവധി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിൻ്റെ തലേദിവസവും കോർപ്പറേഷനിൽ കൗൺസിൽ കഴിഞ്ഞാണ് നേരെ അഡ്മിറ്റ് ആവുന്നത്. ഏതാണ്ട് 5 ദിവസം കഴിയുമ്പോൾ ഫയലുകൾ നോക്കി തുടങ്ങുകയും പതുക്കെ ഞാൻ എന്നെ തന്നെ അങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്തു. അപ്പോൾ അത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ് കുഞ്ഞും ഫാമിലിയും എന്നൊക്കെ പറയുന്നത്. അതിനെയും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ആ കാരണം കൊണ്ട് ഒഫീഷ്യൽ കാര്യങ്ങളും തടസ്സപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാൻ എപ്പോഴും കരുതിയത്. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞൊരു 5 കൊല്ലത്തെ നോക്കുമ്പോൾ? ഞങ്ങളൊക്കെ ഇവിടെ വരുന്ന സമയത്ത് എല്ലാ ദിവസവും കൗൺസിലിൽ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എങ്ങനെയുണ്ടായിരുന്നു പ്രതിപക്ഷം? അല്ല, നന്നായി. നമുക്കറിയാം, ഒരു പ്രതിപക്ഷം എന്നുള്ള വാക്ക് ഒരിക്കലും ഒരു തദ്ദേശ സ്ഥാപനത്തിൽ ഉപയോഗിക്കുന്നത് തന്നെ ശരിയല്ല എന്നുള്ളതാണ്. തദ്ദേശ സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഭരണസമിതികൾ മാത്രമാണുള്ളത്. നമ്മൾ നിയമസഭയിലൊക്കെയാണ് പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷം എന്നൊക്കെ പറയുന്നത്.
പൊതുവേ നമ്മുടെ പിന്നെ ഒരു സൗകര്യത്തിനാണ് നമ്മൾ ഓരോ പാർട്ടിയുടെ നേതാക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് കൗൺസിലിൽ വിളിക്കുന്നതെങ്കിലും തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ എല്ലാവരുടെയും ജനപ്രതിനിധികളാണ്, എല്ലാവരും ഭരണസമിതിയുടെ ഭാഗമാണ്. അപ്പോൾ ഭരണസമിതി എന്നുള്ള നിലയിൽ കൂട്ടായി പല വികസനത്തിനും നേതൃത്വം കൊടുക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു. അതിൽ വിമർശനങ്ങളുള്ളവർ ഉന്നയിച്ചു. നമ്മൾ നമ്മുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയതുകൊണ്ടാണ് ഒരുപാട് വികസനങ്ങൾ സാധ്യമാക്കാൻ സാധിച്ചത് എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ഇത്തവണത്തെ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനം സ്വന്തം തീരുമാനമാണോ അതോ പാർട്ടി തീരുമാനമാണോ? അല്ല, പൊതുവേ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടി വ്യക്തിപരമായ തീരുമാനത്തിനപ്പുറം പാർട്ടിയുടെ പൊതുവായ തീരുമാനങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മേയറാവുമ്പോൾ പാർട്ടിയാണല്ലോ മേയറാക്കിയത്. നമ്മൾ വ്യക്തിപരമായി നമ്മൾ സ്വന്തമായി ആയതല്ലോ. ഒരു ചിഹ്നത്തിൽ പാർട്ടി ഇടതുപക്ഷത്തിൻ്റെ CPIM-ന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മത്സരിച്ചാണ് വിജയിക്കുന്നത്. ആ പാർട്ടി തീരുമാനിച്ചു. പിന്നെ സ്വാഭാവികമായിട്ട് ഇതൊരു രാഷ്ട്രീയ സാഹചര്യമാണ്. ഓരോ തെരഞ്ഞെടുപ്പ് ഓരോ രാഷ്ട്രീയ സാഹചര്യമാണ്. ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആരാണ് അതിന് നേതൃത്വം കൊടുക്കേണ്ടത്, ആരാണ് അവിടെ മത്സരിക്കേണ്ടത് എന്നുള്ളൊരു കാഴ്ചപ്പാട് പാർട്ടിക്കുണ്ട്. ഇപ്പോൾ മുൻപും എല്ലാ മേയർമാരെയും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും പിന്നെ തുടർന്ന് ഇല്ലാത്തവരും ഉണ്ട്. എല്ലാവരും മത്സരിക്കണം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഓരോ സാഹചര്യമാണ്, അത് ആ സാഹചര്യത്തിനനുസരിച്ച് പാർട്ടി തീരുമാനിക്കുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ പാർലമെൻ്ററി രംഗം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഏതെങ്കിലും സ്ഥാനത്തെത്തുക, അതുകൊണ്ട് മാത്രം നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് കരുതിയാൽ അതൊരു തെറ്റായ ധാരണയാണ്. ഞങ്ങളാരും അത് ശീലിച്ചിട്ടില്ല. നമുക്ക് ഏത് മേഖലയിൽ നിന്നാലും, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ കൗൺസിൽ ചുമതലയേറ്റ് കഴിഞ്ഞാൽ അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങൾ ഇവിടെ നിന്ന് പടിയിറങ്ങുമ്പോൾ അന്നത്തെ എൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും DYFIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും എന്നുള്ളതാണ്. ആ നിലയിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഒരു പാർട്ടി മെമ്പർ എന്നുള്ള നിലയിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതായിരിക്കണം എൻ്റെ കൺസേൺ. എന്തായാലും മേയർ സ്ഥാനത്ത് നിന്ന് എന്നാൾ മത്സരിക്കാനില്ല, മേയർ സ്ഥാനത്ത് ഇറങ്ങുകയാണ്. അപ്പോൾ MLA ആയാൽ കുറച്ചുകൂടി ആളുകളെ സഹായിക്കാൻ കഴിയില്ല, അങ്ങനെ ഒരു ആലോചന അല്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ജനങ്ങളെ സഹായിക്കാൻ, ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടാൻ നമ്മൾ ഏതെങ്കിലും പദവി വഹിക്കണം എന്നെനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ മാധ്യമപ്രവർത്തകർ അവരുടെ ചുമതല അവർ ചെയ്യുമ്പോൾ ഇതിൽ ഏറ്റവും താഴത്തെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ജനങ്ങളാണല്ലോ. നമ്മൾ വാർത്ത ചെയ്യുന്നതും വാർത്ത കൊടുക്കുന്നതും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ, ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ജനങ്ങൾ കാര്യങ്ങൾ അറിയാൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുക. അതുപോലെ ഏത് മേഖലയിലിരുന്നാലും നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം എന്നുള്ളതാണ്. ഇതിപ്പോൾ ഇതിൽ വിവാദമുണ്ടാക്കുന്ന ആളുകൾ, അവർക്കൊരു പക്ഷേ ഒരു സ്ഥാനവും ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തവരാണ് ഇതിൽ വിവാദം കണ്ടെത്തുന്നത്. ഇപ്പോൾ 5 വർഷത്തിന് മുമ്പ് അങ്ങ് പറഞ്ഞതുപോലെ എനിക്കൊരു ചുമതല തന്നപ്പോൾ ഇവിടെ ആകെ കുഴപ്പമാണ്, ഒരു LKG കുട്ടിയെ പിടിച്ച് മേയറാക്കുന്നു എന്നൊക്കെ പറഞ്ഞവരുണ്ട്. ഇന്ന് അതേ ആളുകൾ പറയുകയാണ്, അപ്പോൾ 5 വർഷം അവരിങ്ങനെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇതേ ആളുകൾ പറയുകയാണ് എന്നെ മത്സരിപ്പിക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ പാർട്ടി എൻ്റെ മുന്നിൽ ഒരു വലിയ സാധ്യതയാണ് വെച്ചത്, ഒരു വലിയ അംഗീകാരമാണ് എനിക്ക് തന്നത്. ഇതുവരെ ആ സാധ്യത കിട്ടിയ മറ്റാരും നമ്മുടെ കൂട്ടത്തിലില്ല. 21 വയസ്സിൽ ഒരാളെ മേയറാക്കുക, പ്രത്യേകിച്ച് തലസ്ഥാന നഗരത്തിൻ്റെ മേയറാക്കുക, ആ വലിയ സാധ്യത, ആ വലിയ അംഗീകാരത്തിന് എന്നും നീതിയോടുകൂടി ഞാൻ എൻ്റെ പാർട്ടിയും ജനങ്ങളെയും കാണുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇതേ സമയത്ത് പാർട്ടി ഒന്ന് തള്ളിപ്പറഞ്ഞാൽ എനിക്ക് കൈയടിക്കാൻ ഒരുപാട് പേരുണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ആ നീതികേട് ഒരിക്കലും കാണിക്കില്ല എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തക എന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത്രയും വലിയ സാധ്യതയാണ് തുറന്നു തന്നത്, ഇത്രയും വലിയ അംഗീകാരമാണ് തന്നത്. നമ്മൾ ഇപ്പോൾ സമൂഹത്തിൽ തന്നെ പലയിടത്തും ആളുകൾ, പല രാഷ്ട്രീയ രംഗത്തുള്ള ആളുകൾക്കറിയാം അവരുടെയൊക്കെ 21ാമത്തെ വയസ്സിൽ അവരെന്ത് ചെയ്തു. അങ്ങനെ നോക്കുമ്പോഴാണ് 21ാമത്തെ വയസ്സിൽ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി തലസ്ഥാന നഗരത്തിൻ്റെ മേയറാക്കിയത് ജനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഞാനതിനെങ്ങനെ കാണുന്നത്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ 5 വർഷം പൂർത്തിയാക്കി സംതൃപ്തിയോടെ പടിയിറങ്ങുകയാണ്. ഇനിയിപ്പോൾ വ്യക്തിപരമായ ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും എല്ലാം ഭാവി അങ്ങ് ശോഭനമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.